ഹായ് ഹലോ നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ മനുഷ്യരെല്ലായ്പ്പോഴും മറ്റുള്ളവരാൽ പരിഗണിക്കപ്പെടണം എന്നാഗ്രഹിക്കുന്ന വ്യക്തികളാണ്. അതിപ്പോൾ എത്ര തന്നെ നിഷേധിച്ചാലും അതങ്ങനെയാണ്. ഇപ്പോൾ നിങ്ങളൊരു പുരുഷനാണെങ്കിൽ സ്ത്രീകൾ നിങ്ങളെ ആകർഷിക്കണം, അവർ നിങ്ങളെ പരിഗണിക്കണം, അവർ നിങ്ങളെ നോക്കണം, സംസാരിക്കണം, സ്നേഹിക്കണം, ഇങ്ങനെയൊക്കെ ആഗ്രഹിക്കുന്നവരാണ് നിങ്ങൾ. അതുമല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സ്, റിലേറ്റീവ്സ്, ഇങ്ങനെ മറ്റുള്ളവരാൾ പരിഗണിക്കപ്പെടണമെന്ന് ആഗ്രഹിക്കുന്ന വ്യക്തികളാണ് നമ്മളിൽ ഓരോരുത്തരും. എന്നാൽ എല്ലായ്പ്പോഴും ഈ പരിഗണന മറ്റുള്ളവർ നമുക്ക് തരാറില്ല. ഇന്നത്തെ ഈ വീഡിയോയിൽ പറയുന്ന ശീലങ്ങൾ നിങ്ങൾക്കുണ്ടെങ്കിൽ ഒരുപക്ഷെ അത് കാരണം കൊണ്ടാകാം നിങ്ങൾക്ക് വേണ്ട രീതിയിൽ നിങ്ങൾ പരിഗണിക്കപ്പെടാത്തത്. ആ ശീലങ്ങൾ ഏതൊക്കെയാണെന്ന് ഞാൻ പറയാം. അതിനു മുമ്പായി റിലേഷൻഷിപ്പ് അതുപോലെ സൈക്കോളജിക്കൽ ബേസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ അറിയാൻ താല്പര്യമുള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂട്ടത്തിൽ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, വേണ്ടപ്പെട്ടവരിലേക്കൊന്ന് ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ഇനി വീഡിയോയിലേക്ക് പോകാം. അറിഞ്ഞുകൊണ്ടും ചിലപ്പോൾ അറിയാതെയൊക്കെ ചില സന്ദർഭങ്ങളിൽ നമ്മൾ നമ്മുടെ പാർട്ട്ണറിനെ സംശയിക്കാറുണ്ട്. അവർ നമ്മളെ ചീറ്റ് ചെയ്യുകയോ നമ്മളെ ഉപേക്ഷിച്ച് പോവുകയോ നമ്മളെ ഉപേക്ഷിച്ച് മറ്റൊരാളുടെ കൂടെ പോകുമോ എന്നൊക്കെ നമ്മൾ സംശയിക്കാറുണ്ട്, നമ്മളങ്ങനെ പേടിക്കാറുണ്ട്. ഇങ്ങനൊരു സംശയരോഗം നിങ്ങൾക്കുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ആ സംശയരോഗം മാറ്റേണ്ടതാണ്. കാരണം ഇങ്ങനൊരു സംശയരോഗം ഉള്ളത് കൊണ്ട് തന്നെ നമ്മുടെ പാർട്ട്ണറോട് പലപ്പോഴും നമ്മൾ പെരുമാറുന്നത് ഈ സംശയരോഗം ബേസ് ചെയ്തായിരിക്കും. അത് തീർച്ചയായിട്ടും ഒരു അൺഅട്രാക്റ്റീവ് ആയിട്ടുള്ള കാര്യമാണ്. നിങ്ങൾക്കെല്ലായ്പ്പോഴും അവരെ ശ്രദ്ധിക്കാൻ പറ്റിയെന്ന് വരില്ല. പിന്നെ അവരെങ്ങനെ ചീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്നെങ്കിലും ഒരു നാൾ നിങ്ങളത് പിടിക്കുകയും ചെയ്യും. അവർക്ക് നിങ്ങളെ ചീറ്റ് ചെയ്യണമെന്ന ധാരണ ഉണ്ടായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എത്രയൊക്കെ പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചാലും അല്ലെ മാറ്റാൻ ശ്രമിച്ചാലും അവരത് ചെയ്തിരിക്കും. ഏതൊരു റിലേഷൻഷിപ്പിലും സ്വാഭാവികമായിട്ടുള്ള കാര്യമാണ് ജലസിയും പൊസസീവ്നെസ്സും. ഇതൊക്കെ റിലേഷൻഷിപ്പിൽ വേണ്ട കാര്യവുമാണ്, നല്ലതുമാണ്. പക്ഷേ ഇത് അമിതമായി കഴിഞ്ഞാൽ ഇത് നമ്മളെ ഒരു അൺഅട്രാക്റ്റീവ് പേഴ്സണാക്കി മാറ്റും. അതും കൂടെ ശ്രദ്ധിക്കും. സ്ത്രീകളെല്ലായ്പ്പോഴും അവരെ ലീഡ് ചെയ്യാൻ കഴിവുള്ള പുരുഷന്മാരിലേക്കായിരിക്കും കൂടുതലായിട്ടും അട്രാക്റ്റഡ് ആവുക. എന്ന് വെച്ചാൽ ഒരു സിറ്റുവേഷൻ വന്നാൽ അവരതിനെ എങ്ങനെ ഫേസ് ചെയ്യും, അല്ലെങ്കിൽ ഏത് രീതിയിൽ അത് അവർ സോൾവ് ചെയ്യും എന്നൊക്കെ സ്ത്രീകൾ കൃത്യമായ രീതിയിൽ നോട്ട് ചെയ്യും. ഏതൊരു പ്രശ്നത്തെയും കൃത്യമായ രീതിയിൽ പരിഹരിക്കാൻ കഴിവുള്ള പുരുഷന്മാരിലേക്ക് സ്ത്രീകൾ പെട്ടെന്ന് അട്രാക്റ്റഡ് ആവും. അതല്ലാതെ ഒരു പ്രശ്നം വരുമ്പോൾ പിന്തിരിഞ്ഞോടുന്ന വ്യക്തികൾ, ആ വ്യക്തിനിപ്പോൾ ഒരു റിലേഷൻഷിപ്പിലാണെങ്കിൽ കൂടി അയാളോടുള്ള ആ അട്രാക്ഷൻ ആ പാർട്ട്ണർക്ക് കുറയും. അതുകൊണ്ട് ഒരു പ്രശ്നത്തെ എങ്ങനെ പരിഹരിക്കണമെന്നും അതിനെ എങ്ങനെ നേരിടണമെന്നും തീർച്ചയായിട്ടും നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഇത് നിങ്ങളെ കൂടുതൽ അട്രാക്റ്റീവാക്കി മാറ്റുകയും ചെയ്യും. ഇത് സ്ത്രീകളിൽ മാത്രമല്ല, മറിച്ച് എല്ലാവരിലും നിങ്ങൾക്കൊരു നല്ല അട്രാക്ഷൻ ഉണ്ടാക്കാൻ സഹായിക്കും. അതുപോലെ തന്നെ ആരെ ആകർഷിക്കണമെങ്കിലും നിങ്ങൾ നല്ലൊരു ലിസണർ ആയിരിക്കണം, നല്ലൊരു കേൾവിക്കാരനായിരിക്കണമെന്ന് പല വീഡിയോയിലും ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ പലരും ചെയ്യുന്ന ചില തെറ്റുകളുണ്ട്. അതായത് ചില ആളുകൾ ഒരാൾ എന്തെങ്കിലും അവരുടെ പ്രശ്നങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ തന്നെ അപ്പം തന്നെ ഒന്നെങ്കിൽ അല്ലെ അതിൻ്റെ ഇടയ്ക്ക് കയറി പരിഹാരം പറയാൻ ശ്രമിക്കും. ഇത് സത്യത്തിൽ ഒരിക്കലും ചെയ്യാൻ പാടില്ല. ഇത് ടോട്ടലി അൺഅട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു കാര്യം. നിങ്ങളുടെ അടുത്തിരിക്കുന്ന വ്യക്തി അല്ലെങ്കിൽ നിങ്ങളുടെ പാർട്ട്ണർ അവരുടെ പ്രശ്നങ്ങൾ നിങ്ങളോട് പറഞ്ഞതിന് ശേഷം അവരാവശ്യപ്പെട്ടാൽ മാത്രമേ നിങ്ങൾ പരിഹാരം പറയാൻ പാടുള്ളൂ. അതുവരെ അവരുടെ കാര്യങ്ങൾ മുഴുവൻ നിങ്ങൾ കേൾക്കുക, ഒരക്ഷരം പോലും മിണ്ടാതെ. നല്ലൊരു ലിസണർ അല്ലെങ്കിൽ നല്ലൊരു കേൾവിക്കാരൻ ഇങ്ങനെയായിരിക്കും എപ്പോഴും ചെയ്യുക. അഭിപ്രായങ്ങളും പരിഹാരങ്ങളും അവർ ഇങ്ങോട്ട് ആവശ്യപ്പെട്ടാൽ മാത്രം നിങ്ങൾ അങ്ങോട്ട് പറയുക. റിലേഷൻഷിപ്പ് കൂടാതെ തന്നെ മറ്റ് പല കാര്യങ്ങളിലേക്കും കൂടി നിങ്ങൾ ഫോക്കസ് കൊടുക്കുക. അതായത് പണം ഉണ്ടാക്കുക, അതുമല്ലെങ്കിൽ ഒരു സ്കില്ലുണ്ടാക്കുക, സ്വന്തമായൊരു കഴിവുണ്ടാക്കുക, അതുമല്ലെങ്കിൽ നല്ലൊരു സോഷ്യൽ സ്റ്റാറ്റസ് ഉണ്ടാക്കുക, ഒരു ഫെയിം ഉണ്ടാക്കുക. അപ്പോൾ അതിനായിട്ടും കൂടി നിങ്ങൾ ഫോക്കസ് ചെയ്യുക. കുറച്ച് ഗോൾസ് സെറ്റ് ചെയ്യുക, അതിനുവേണ്ടി വർക്ക് ചെയ്യുക, അതിനു വേണ്ടിയിട്ട് ബിസി ആവുക. ഇത്തരത്തിലുള്ള ആളുകളെയും മറ്റുള്ളവർ നല്ല രീതിയിൽ ആകർഷിക്കും. സ്വന്തം നിലപാടുകൾ ഉണ്ടാക്കുക, അതിൽ ഉറച്ചു നിൽക്കുക, നല്ല നല്ല കാര്യങ്ങൾ സ്വീകരിക്കുക, നല്ല നല്ല അഭിപ്രായങ്ങൾ സ്വീകരിക്കുക, മറ്റുള്ളവരെ ആദരിക്കുക, അവരെ ബഹുമാനിക്കുക. എല്ലായ്പ്പോഴും ഒരു ബാഡ് ബോയ് ആകാതിരിക്കാൻ ശ്രമിക്കുക. വീഡിയോയുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. മറ്റൊരു ടോപ്പിക്കുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ഗുഡ് ബൈ.